മുറിഞ്ഞകല്ല് എനിക്ക് അന്ന് അപകടമുണ്ടായ സ്ഥലം തന്നെയാണ് കോന്നി മുറിഞ്ഞകല്ലിൽ. അവിടെ കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായിരിക്കുന്നു. എതിർദിശയിൽ വന്ന വാഹനം ഇടിച്ച് കാർ നിയന്ത്രണം തെറ്റി ക്രഷ് ബാരിയർ ഇടിച്ച ശേഷം റോഡിന്റെ മധ്യഭാഗത്തെത്തുകയായിരുന്നു. പത്തനംതിട്ടയിൽ തന്നെ മറ്റൊരു അപകടം കൂടിയുണ്ട്. അതും കോന്നിയിൽ തന്നെയാണ്. ഈട്ടിമുട്ടിൽ പടിയിൽ കാറും വാനും കൂട്ടിയിടിച്ചു 3 പേർക്ക് പരിക്കുണ്ട്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകട വാർത്തകൾ ശ്രീ കെ അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, പറയൂ ഈ അപകടത്തിന്റെ വിവരങ്ങൾ. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ 1.5 മണിക്കൂറിനിടെ 2 ഇടങ്ങളിലായി ഉണ്ടായ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 8 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ആദ്യ സംഭവം കൂടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് 4 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ് മുറിഞ്ഞകല്ല്. അവിടെ എതിർദിശയിൽ വന്ന വാഹനം ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ക്രാഷ് ബാരിയർ ഇടിച്ച ശേഷം റോഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തുകയായിരുന്നു. റാന്നിയിൽ നിന്നും അഞ്ചലിലേക്ക് പോയ 5 അംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനമായിരുന്നു ഇത്. ഈ യാത്രക്കാരായിട്ടുള്ള 5 പേർക്കും പരിക്കേറ്റു. അഞ്ചലിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന മകളെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോയ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ വന്നിടിച്ച കാറിൽ മറ്റ് 2 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല. പരിക്കേറ്റ 5 പേരെയും താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരുടെയും നില സാരമുള്ളതല്ല. ഏറെക്കുറെ അരമണിക്കൂറിന് മുൻപ് കോന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതേ പാതയിൽ തന്നെ ഈട്ടിമുട്ടിപ്പടിയിലാണ് 2ാമത്തെ അപകടമുണ്ടായത്. കാറും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കാറിൻ്റെ മുൻവശം ഏറെക്കുറെ പൂർണ്ണമായി തകർന്ന നിലയിലാണ്. കാറിൽ 3 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്, 2 സ്ത്രീകളും 1 പുരുഷനും. ഇവർ എവിടെ നിന്ന് വന്നവരാണ് എന്നത് സംബന്ധിച്ച് അറിയാൻ സാധിക്കുന്നില്ല. അതേസമയം തന്നെ കാറിൽ മണ്ണാറശാല ക്ഷേത്രത്തിലെ പ്രസാദമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഒരുപക്ഷെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ഈ കാറിൽ ഉള്ളവർ എന്നാണ് മനസ്സിലാക്കുന്നത്. പരിക്കേറ്റ 3 പേരിൽ പ്രായമേറിയ സ്ത്രീയുടെ നില അല്പം സാരമുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതേസമയം പത്തനംതിട്ടയിൽ നിന്നുള്ള 2 അപകട വാർത്തകളുടെ വിവരമാണ് നൽകിയത്.